തമ്പുരാൻ്റെ മുൻപിലിരുന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, വിശുദ്ധ കൂദാശകളൊക്കെ സ്വീകരിക്കുമ്പോൾ, ദൈവം നമ്മളെ നോക്കി പറയുന്ന ഒരു വാക്കാ അവിശ്വാസികൾ. അവിശ്വാസികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വേദനയോടുകൂടി നമ്മെ നോക്കി വിളിക്കുന്നൊരു വാക്കാ അവിശ്വാസികൾ. അതുപോലെ ഇന്ന് നമ്മുടെ മക്കൾ, നമ്മുടെ യൂത്ത് നമ്മുടെ പള്ളികളിൽ പോയിരിക്കുന്നത്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, കുമ്പസാരം അങ്ങനത്തെ വിശുദ്ധ കുദാശകൾ സ്വീകരിക്കുന്നത്. ആരാലൊക്കെ നിർബന്ധിക്കപ്പെട്ട അവർ പോണത്? വീട്ടുകാർ, അല്ലെങ്കിൽ കാറ്റിസം ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, ഇവരെല്ലാവരും പറയുന്നത് കൊണ്ട് അവർ മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കും. സൺഡേയിൽ വിശുദ്ധ കുർബാനയ്ക്ക് നേരത്തെ വരും. ചിലപ്പോൾ പ്രസംഗം കഴിഞ്ഞിട്ടായിരിക്കും എത്തുക, എന്നാൽ അവർ സൺഡേയിൽ വരും, കാറ്റിസം ക്ലാസ്സിലിരിക്കും. ഇതാണ് ഇന്ന് നമ്മുടെ ക്രിസ്ത്യൻ തലമുറയുടെ അവസ്ഥ, നമ്മുടെ മക്കളുടെ, യുവജനങ്ങളുടെ അവസ്ഥ. എന്നിട്ട് നമ്മൾ പറയില്ലേ, 12ാം ക്ലാസ് വരെ കാറ്റിസം പഠിച്ച കുട്ടികളാണ്, എന്തുകൊണ്ടാണ് ഈശോനെ ഉപേക്ഷിച്ച് പോണേ? മതത്തിലേക്ക് കല്യാണം കഴിച്ചു പോകണം, ലവ് അഫെയറിൽപ്പെട്ട്. ഈസി ആയിട്ട് അവർ ചെറുപ്പത്തിലേ തുടങ്ങി 12ാം ക്ലാസ് വരെ എന്ന് വെച്ചൊരു 17 വയസ്സ് 18 വയസ്സ് വരെ അവർക്ക് കിട്ടിയ വിശ്വാസം അവരിട്ടിട്ട് പോകണം. എന്നിട്ട് നമ്മളെ തന്നെ ഇങ്ങനെ പറയും, കാറ്റീസം പഠിപ്പിക്കുന്നത് ശരിയല്ലാഞ്ഞിട്ടാ, അല്ലേ? വൈദികർ, സിസ്റ്റേഴ്സ് ശരിയല്ലാഞ്ഞിട്ടാ. അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് തെറ്റുപറ്റുന്നതെന്ന്. പക്ഷേ ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമ്മുടെ തലമുറേനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിക്കുന്ന പേരാ അവിശ്വാസികൾ.